മുതലൊക്കെ ഈ വലുപ്പത്തിൽ പോയിന് മുതല ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. നമുക്കപ്പോ ഗ്യാസ് എങ്ങനെയാണ് വാങ്ങുക എന്നുള്ള ഞങ്ങൾ കാണിച്ചു തരട്ടോ. ഞങ്ങൾ ഇവിടെ ഗ്യാസ് വാങ്ങൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഗ്യാസ് സിലിണ്ടറിന് എത്ര റുപ്യ? 900 റുപ്യ ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് വണ്ടി ഈ ഒരു കാലാവസ്ഥ ആഴ്ച പണ്ടൊക്കെ ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് മഴയൊക്കെ പെയ്തപ്പോ? ആകെ കാലാവസ്ഥ ഇടയ്ക്കിടക്ക് ഇതുണ്ടാവും. പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പണ്ടും ഇങ്ങനെ മഴ പെയ്തു പിന്നല്ലാതെ മഴ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ പണ്ടത്തെ മഴയാണോ ആഴ്ച കൂടുതൽ എൻജോയ് ചെയ്യണത് ഇപ്പത്തെ മഴയാണോ? അങ്ങനെയൊന്നുമില്ല. മഴ തന്നെ ആയിട്ട് മഴയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. മഴ നമ്മൾ മഴയായിട്ട് കാണാൻ ശ്രമിക്കുക. അതന്നെ. അന്ന് ഇത്ര കാറ്റടിച്ചു. ഇപ്പൊ കുറച്ചേരം മുന്നേ ഇതിലേറെ കാറ്റ്. ആ റബ്ബർനോട്ടം മുഴുവനും ആകെ പൊഴങ്ങി വീണത് എനിക്ക് ഓർമ്മല്ലേ? മറ്റേ അന്നൊക്കെ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ സൈക്കിളോട്ടി ഇറക്കണ പ്രായമാണ്. അന്ന് റബ്ബർ നോട്ടം ഫുള്ളാണ് ചെരിഞ്ഞു. ആ സൈഡിക്ക് ചെരിഞ്ഞിട്ടല്ല ഒന്നാഴ്ച പോയേക്കാം. ഫുള്ള് പോയി. ആ കുന്നുമ്പറ നാശനഷ്ടങ്ങൾ ഒരുപാട് ഞങ്ങൾ നേരിട്ടിരിക്കുന്നു കേട്ടോ. പ്രളയമായിട്ടും മറ്റേ വെള്ളപ്പൊക്കമായിട്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കുറെ വന്നില്ലേ? മുമ്പത്തെ ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടാകും അതൊക്കെ? വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഇടക്കിടക്ക്. അത് ഒരു സാരി ഉണ്ടാവുള്ളൂ. അപ്പൊ പേരയും കൂടിയൊക്കെ ഒഴിച്ചു പോണം ചിലവര്. അങ്ങനെ ഒറ്റ വരുള്ളൂ. അതിൽ പേരയും കൂടിയൊക്കെ ഫുള്ള് പോകും. വരുമ്പോ വെള്ളപ്പൊക്കം ഇടക്കും തലക്കും മാത്രമേ വരുള്ളൂ. പക്ഷെ വരുമ്പോ വെള്ളപ്പൊക്കം എങ്ങനെയാ വെച്ചാല് മൊത്തം നമ്മള് വീടൊക്കെ ആയിട്ട് എടുത്ത് പോകും. പിന്നെ നമ്മള് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ നമ്മള് റീസ്റ്റാർട്ട് ചെയ്ത് വരും. പോയിന്റ് ചെറായി പോയാ നമ്മളെ വെള്ളം പൊങ്ങിയ ടൈമില് പൊട്ടിക്കുണ്ടല്ലോ റബ്ബർക്ക് ഫുള്ള്. അതായത് നമ്മളെ റബ്ബറിന്റെ ഐറ്റിലേനി വെള്ളം 4 കൊല്ലം കറക്റ്റ് 4 കൊല്ലം റബ്ബറിന്റെ ഐറ്റില് വെള്ളം വന്നിട്ട് ഞങ്ങളെ തോട്ടം തപ്പാൻ പോയപ്പോ തോട്ടം കാണാനില്ല. കാര്യം ഞങ്ങള് തോട്ടം ഇവിടെ നോക്കാൻ പോയേ. അതിന്റെ റബ്ബറിന്റെ തലപ്പം കാണണേ. അതിന് എന്താ വിട്ടത് നോക്ക. അപ്പൊ നോക്കുമ്പോ പൊട്ടിയത്തെ റബ്ബറിന്റെ മേലേക്ക് വെള്ളം പോയിക്കണേ. ആ കഴിഞ്ഞ വരവിന് 4 കൊല്ലം മുന്നേ. എന്നിട്ട് ഇപ്പൊ തലമ്മ കൈ വെച്ചിന്ന് തോട്ടം കാണാല. ആർക്ക എന്താ കാട്ടുക? ഇപ്പാന്റെ പേരിലുള്ള തോട്ടം കാണാല്ല. അങ്ങനത്തെ കോലത്തേക്ക് പോയിനി. അപ്പൊ ആ ഒരു അവസ്ഥക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥക്ക് നമ്മൾ പോവാതിരിക്കട്ടെ. എല്ലാരും പെരിയാറ്റാറായിക്കൂടുള്ള പേരൊക്കെ വെള്ളം ഫുള്ള് നിൽക്കും. വറകുംഘട്ടം ഫുള്ള് ഒലിച്ചു പോയി. പശു ഒലിച്ചു പോയി. പശു മാത്രല്ല വറകിന്റെ പേര നാരായണേട്ടന്റെ പശുക്കളെ പോയിന്റ് അവിടെ കെട്ടിയിട്ട് 2 പശുവും പോയി. ആർക്കാ കിട്ടിയെന്നോ? എങ്ങനെ കിട്ടണ്? പശുവിനെ പൂവല്ലേ പശു? പശുവോ? പശുത്തെ മീനല്ലേ? എങ്ങട്ട് നീന്തണേ? കൊങ്ങൻ വെള്ളം കൊത്തി വരുമ്പോ ഇങ്ങോട്ട് വരും. ആന വന്നില്ലേ വെള്ളത്തില്? ആനകൾ വന്നിട്ടുണ്ടല്ലോ വെള്ളത്തില്. ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം എടുത്ത് വിടുന്നുണ്ട് മേലൊക്കെ ആക്കാന്. പക്ഷെ പുറത്തേക്ക് എത്താൻ പറ്റണ്ടേ? തെരണ്ടി മുതലേക്ക് വന്നിട്ടില്ലേ അന്ന്? മറ്റേതുണ്ടായിനി നീർനായി ഉണ്ടായിനി ഇവിടെ. നീർനായി മുതലൊക്കെ ഈ വലുപ്പത്തിലേക്ക് പോയിന് മുതല. ചെറായി പോയില് ഇല്ല. ഒത്തില്ല. അപ്പൊ നമുക്ക് എന്താണ് സ്പെഷ്യൽ ഫുഡ്? ഫുഡുമില്ല. ചപ്പാത്തി ഉണ്ട്, അതിക്കൊരു കറിയുണ്ട്. അതിനുള്ളൂ. നമ്മള് രാവിലെ ഇപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ആഴ്ചമത? നമ്മൾ അടിച്ചൊരിട്ട് കാര്യമില്ല. ഇപ്പൊ രാവിലെ ഇപ്പൊ ഞാൻ നീച്ചത് നിങ്ങളിവിടെ അടിച്ചു വരുന്ന സൗണ്ട് ഇട്ടാണ് ഞാൻ നീച്ചത്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ ഫുള്ള് ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറയണ നിങ്ങൾ അടിച്ചു തരണം ഇവിടെ. എന്തിനടിച്ച? ഈ മഴക്കാലത്ത് അടിച്ചേരേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഈ മഴക്കാലത്ത് ഇവിടെ വരും. ഈ മഴക്കാലത്ത് എന്താണ് 5 നേരം ഫുഡ്, രാത്രി ചായന്റെ ഒപ്പം നൂഡിൽസ്, ഇതൊക്കെ പാടെ ഉണ്ടാക്കിയ പിന്നെ എങ്ങനെയാ ഇവിടെ നിക്ക ഫുഡ്? അല്ല, ഒരു മനുഷ്യന്മാര് തിന്നണ സമയം തന്നെ 3 നേരമാണ്. ഇവിടെ എത്ര? 5-6 നേരം നൂഡിൽസ് ഉണ്ടാക്കി തിന്ന. ഒപ്പം ഉണ്ടാക്കി തിന്ന ശീലൊക്കെ വിട്ടു. ആവശ്യമില്ലല്ലോ, ഇഷ്ടമില്ല ഉണ്ടാക്കി തിന്നാണ്.
ജിംഷാനോട്. അപ്പൊ ഇജ്ജൊക്കെ വരുന്ന ടൈം എപ്പോഴാന്ന് പറഞ്ഞത്? നോക്കിയാണ്ടാ പറഞ്ഞതേ, ഇന്ന് നോക്കിയാണ്ട് ഇവരൊക്കെ അല്ലേ തിന്നലേന്ന്. ഇവരൊക്കെ വന്ന് കയറുന്ന ടൈം എപ്പോഴാണ്? സൽമാനാണ് പറഞ്ഞത്. സൽമാൻ ഇന്നലെ രാത്രി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയപ്പോ തിന്നാതെ സൽമാൻ ഏറ്റവും ലാസ്റ്റ് വന്ന് തിന്ന്. അതിന്റെ പ്രശ്നമാണ് പായസമാത്ത പറയണത്.